ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അച്ഛനാണോ അതോ അമ്മയാണോ? സോഫ്റ്റ് സ്കില്ല്, എഫെക്ഷൻ, ലവിങ്, കെയറിങ്, അടുക്കും ചിട്ടയും, ക്ലീനിനെസ്, ഇതൊക്കെ അമ്മയിൽ നിന്നാണ് കൂടുതൽ പഠിക്കുക. എന്നാൽ അച്ഛനിൽ നിന്ന് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പുറത്തിറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ, മണി മാനേജ്മെൻറ്റ്, ഇനി ഡ്രൈവിങ്, സ്വിമ്മിങ് പോലത്തെ ധൈര്യം വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ പ്രധാനമായും അച്ഛനിൽ നിന്നായിരിക്കും പഠിക്കുക. അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യത്തിലും സ്വഭാവ രൂപീകരണത്തിൽ നമുക്ക് 2 പാർട്ടും കൂടിച്ചേരേണ്ട ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് അമ്മയുടെ അടുത്ത് പോവുകയാണെങ്കിൽ പൊതുവെ അമ്മ കുട്ടി ബുദ്ധിമുട്ടണ്ട എന്ന് കരുതി അങ്ങ് ഫുള്ളി സോൾവ് ചെയ്ത് കൈ കൊടുക്കും. പക്ഷെ അച്ഛനാണെങ്കിൽ അത് കുട്ടിയെ തന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവർ അത് കംപ്ലീറ്റ് ആക്കട്ടെ, സ്വയം പഠിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വെക്കുക. ഇതൊരു കോമൺ സൈക്കോളജിയാണ്. അപ്പോൾ പേരൻസിൽ ഒരാളില്ലാത്ത ഫാമിലി ആണെങ്കിൽ മറ്റേ ആളുടെ കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കടമകൾ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് അമ്മ മാത്രമല്ല, അച്ഛൻ്റെ പണം മാത്രം പോരാ, കെയറിങ് കൂടെ വേണം.